വേവിച്ചതും എല്ലുകറിയും. അത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. ഇതിനായിട്ട് ഞാൻ 1.5 കിലോ എല്ല് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലിട്ടൊന്ന് വെക്കാൻ പോവാം. അതിനാവശ്യമായ ഉപ്പിടുകയാണ്. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇതൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇങ്ങനെ കപ്പ വേവിക്കാൻ പോവാണ്. ഇങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ചായിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് അരിയുന്നത്. നല്ല കപ്പയാന്ന് തോന്നുന്നു. എനിക്ക് വേവാത്ത കപ്പ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയുന്നത്. നമ്മൾ മേടിക്കുന്നതാണ്. കപ്പ അടുപ്പിലിട്ട് വെക്കാൻ പോകും. അവിടെ പോയി കളി രണ്ടിലൂടെ കുറച്ച് കൊച്ചുള്ളി, 4-5 പച്ചമുളക്, ശകലം മഞ്ഞൾ, എളുപ്പം വെള്ളയിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇടുമ്പോൾ നമ്മുടെ സവാളയുടെ എളുപ്പം അതിൻ്റെ വെച്ചു. ഇഞ്ചി ചതച്ചതാണ്. ചീനി ഒന്ന് നോക്കാനേടാം. ഗരം മസാല, ഇതായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇങ്ങനെ 3 സ്പൂൺ മുളക് പൊടിയാണ്. മല്ലിപ്പൊടി അത് അതേ അളവിലാണ് പോയേക്കുന്നത്. 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അല്പം ഗരം മസാലപ്പൊടി കൂടെ ഇടുവാണ്. ഇവിടെ കുരുമുളക് പൊടിയാണ് എനിക്ക് കൂടുതൽ വേണ്ടത്. എനിക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയാണ് വഴണ്ടിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി എല്ലാം വഴണ്ട് സൂപ്പറായിട്ടുണ്ട്. റെഡിയായി. പച്ചൊന്ന് റെഡി ആയിക്കോട്ടെ. ഗ്രേവിയെല്ലാം ഇതായി പിടിച്ച് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടാണ് ഞാൻ കപ്പ വേവിച്ചത്. ഞാൻ അത് ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് ഒന്ന് റെഡിയാക്കാം.
എല്ലേറി റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി കിടക്കണം. നമ്മൾ ബീഫ് കറിക്കായാലും കൊച്ചുള്ളി ഇങ്ങനെ വഴറ്റിയിടും. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? അങ്ങനെയുണ്ട്. ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നല്ല കറിയല്ലേ? ഇനി കപ്പയും റെഡിയാക്കാം. കപ്പ വെന്ത് ഊറ്റിയതാണ്. അരപ്പിടുവാണ്. കാന്താരി മുളകും വെളുത്തുള്ളിയും തേങ്ങായും ശകലം മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്.